കേരള ഹിഡൻ ട്രഷേഴ്സ്. ഒരു മലമ്പരുന്ത്. ഞാൻ കാട്ടിന്റെ സ്പന്ദനം. ഇരുൾമാറി വെളിച്ചം വീഴുന്ന ഒരു വലിയ സ്ക്രീൻ പോലെ താഴെ കേരളം വിരിഞ്ഞു കിടക്കുന്നു. പശ്ചിമഘട്ടത്തിന്റെ ഉയരങ്ങളിൽ നിന്ന് അറബിക്കടലിന്റെ തീരങ്ങൾ വരെ നീളുന്ന ഒരു ഹരിത കാവ്യം. പുലർച്ചെയുടെ മഞ്ഞുമൂടിയ നിശബ്ദതയിൽ ഒരു വലിയ ക്യാമറ പതിയെ താഴേക്ക് സൂം ചെയ്യുന്നത് പോലെ പ്രകൃതി ഉണരുന്നത് ഞാൻ കാണുന്നു. ഞാനൊരു സാധാരണ പക്ഷിയല്ല. ഈ കാടുകളുടെ മുകളിലൂടെ തലമുറകളായി ആകാശത്തിന്റെ രാജാവായി പറന്നു പോകുന്ന ഒരു പഴയ സാക്ഷിയാണ് ഞാൻ. കാലം മാറുമ്പോഴും ഋതുക്കൾ മാറുമ്പോഴും ഈ വനങ്ങളുടെ ഹൃദയമിടിപ്പ് ഉന്നതങ്ങളിൽ നിന്ന് കേട്ടവൻ. എൻ്റെ വിശാലമായ ചിറകുകൾ വായുവിനെ കീറി മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഈ കാടുകൾക്ക് സുപരിചിതമാണ്. എൻ്റെ ചിറകുകൾക്ക് താഴെ മഞ്ഞുമൂടിയ മലനിരകൾ തുറന്നു കിടക്കും. മൈലുകൾക്കപ്പുറം കാണാൻ കഴിയുന്ന എൻ്റെ മൂർച്ചയേറിയ കണ്ണുകൾക്ക് താഴെ നൂറുകണക്കിന് നദികൾ ഒരു താരാട്ടുപാട്ട് പോലെ പാടും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരങ്ങൾ എന്നെ തിരിച്ചറിയും. പുലരിയിലെ തണുത്ത കാറ്റ് എൻ്റെ പേര് വിളിക്കും. ഞാൻ ശക്തനായ മലമ്പരുന്ത്, ആകാശത്തിൻ്റെ അധിപൻ, കേരളത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന നിധികളുടെ ജീവിക്കുന്ന സ്പന്ദനം. എൻ്റെ സ്വർണവർണ്ണമുള്ള കണ്ണുകളും കൂർത്ത നഖങ്ങളും കാറ്റിനെ കീറി മുറിക്കുന്ന വിശാലമായ ചിറകുകളും ഈ പശ്ചിമഘട്ടത്തിൻ്റെ തന്നെ പ്രതീകമാണ്. എൻ്റെ വീട് ഒരിടമല്ല. എൻ്റെ വീട് ഈ പച്ചപ്പിൻ്റെ വിശാലമായ ക്യാൻവാസിൽ, വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് തിരുവനന്തപുരം വരെ ഉയരങ്ങളിൽ എല്ലായിടത്തും പടർന്നു കിടക്കുന്നു. മനുഷ്യർ അതിരുകൾ വരച്ച് ജില്ലകളും പഞ്ചായത്തുകളുമായി ഇതിനെ തിരിച്ചു. പക്ഷേ എനിക്കിതൊരൊറ്റ ലോകമാണ്, ജീവൻ തുടിക്കുന്ന ഒരൊറ്റ സ്വർഗം. ഇന്ന് ഞാൻ നിന്നെ എൻ്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. നിങ്ങളുടെ തിരക്കുകളിൽ നിന്ന് മാറി എൻ്റെ വേട്ടക്കാരൻ്റെ കണ്ണിലൂടെ ഒരു മനോഹരമായ സിനിമ കാണുന്നത് പോലെ താഴേക്ക് നോക്കൂ. എൻ്റെ ചിറകുകൾക്കൊപ്പം ഈ വിശാലമായ ആകാശത്തു കൂടി പറക്കും. കേരളത്തിൻ്റെ ഹിഡൻ ട്രഷേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. തട്ടേക്കാട്. പ്രഭാതത്തിൻ്റെ ആദ്യ പ്രകാശം കാടിൻ്റെ ഇലകളിൽ പൊൻതുള്ളികൾ പോലെ വീണപ്പോൾ മനുഷ്യർ എറണാകുളം ജില്ല എന്ന് വിളിക്കുന്ന മണ്ണിലേക്ക് ഞാൻ ആകാശത്തുനിന്ന് താഴ്ന്നിറങ്ങി. കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന കുട്ടമ്പുഴ, കീരമ്പാറ ഗ്രാമപഞ്ചായത്തുകളുടെ ഹരിതഭംഗിയിലൂടെ കിഴക്കോട്ട് സാവധാനം സഞ്ചരിച്ച് ആദ്യം ഞാൻ എത്തിയത് തട്ടേക്കാടിൻ്റെ പച്ചപ്പിലാണ്. പ്രശസ്തനായ ഡോക്ടർ സാലിം അലിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതത്തിൻ്റെ കവാടം എൻ്റെ താഴെയായി തുറന്നു കിടന്നു. താഴെ പെരിയാർ നദി ഒരു വെള്ളിച്ചരട് പോലെ പതുക്കെ ഒഴുകുന്നു. അതിൻ്റെ കരകളിലായി പച്ചപ്പിൻ്റെ വൻ തിരമാലകൾ തീർത്ത് വൻമരങ്ങൾ കാവൽ നിൽക്കുന്നതിന് മുൻപ് തന്നെ അവിടെ സംഗീതം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് പെരിയാറിൻ്റെ കുളിർന്ന ഓളങ്ങളെ തഴുകി ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഞാൻ വീണ്ടും പറന്നു. മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് കാറ്റിൻ്റെ താളത്തിലൊഴുകി പിന്നീടെത്തിയത് ഇവിടെയാണ്, പക്ഷികളുടെ സ്വന്തം സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ഉള്ളറയായ ഹൃദയഭാഗത്ത്. ഇവിടെ ഓരോ മരവും പ്രകൃതി തീർത്ത ഒരു വലിയ വേദിയാണ്. ഓരോ കൊമ്പും ലോകത്തിലെ ഏറ്റവും മികച്ച പാട്ടുകാരുടെ ഇരിപ്പിടം. കാറ്റിൻ്റെ ഇലയനക്കങ്ങൾക്കൊപ്പം പലതരം രാഗങ്ങൾ അവിടെ ഉയർന്നു കേട്ടു. പെട്ടെന്ന് എൻ്റെ കണ്ണിന് താഴെ വെള്ളത്തിന് മുകളിലൂടെ ഒരു നീല മീൻകൊത്തി മിന്നൽ പോലെ തെന്നിപ്പോയി. സൂര്യപ്രകാശത്തിൽ അതിൻ്റെ നീല തൂവലുകൾ ഒരു മാണിക്യ കല്ലുപോലെ തിളങ്ങി. ഒറ്റ കുതിപ്പിൽ അത് നദിയിൽ നിന്നൊരു ചെറു മത്സ്യത്തെ റാഞ്ചിയെടുത്തു. ദൂരത്ത് നദിയുടെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ചെറുമുണ്ടികൾ വെളുത്ത പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ കൂട്ടമായി ഇറങ്ങിയിരതേടുന്നു. താഴെ ഒരു മുക്കുവന്റെ ചെറിയൊരു വഞ്ചി യാതൊരു ശബ്ദവുമില്ലാതെ നദിയിലൂടെ നീങ്ങുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു മനോഹരമായ സഹവർത്തിത്വം. ഞാനൊരു വലിയ തേക്ക് മരത്തിന്റെ ഉച്ചിയിൽ ചെന്നിരുന്നു. എൻ്റെ കൂർത്ത ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് തട്ടേക്കാട്, പക്ഷികൾക്ക് സ്വന്തമായി ഒരു ഭാഷയുള്ള കാട്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ദേശാടന പക്ഷികൾ വിരുന്നെത്തുന്ന ഇടം. ഇവിടെ പാട്ട് കേൾക്കാൻ ചെവികൾ മാത്രം മതി എന്ന് കരുതരുത്. പ്രകൃതിയോട് സംവദിക്കാൻ കഴിയുന്ന ഒരു ഹൃദയവും വേണം. ചിന്നാർ. ഇടുക്കി തട്ടേക്കാടിൻ്റെ ഈറൻ മരച്ചില്ലകളോട് വിട പറഞ്ഞ് കിഴക്കൻ കാറ്റിനെ മുറിച്ച് ഞാൻ ദൂരേക്ക് നീങ്ങി. ഭൂമിയുടെ നിറവും ഭാവവും പതുക്കെ മാറുന്നത്
ആകാശത്തുനിന്ന് ഞാൻ വ്യക്തമായി കണ്ടു. പശ്ചിമഘട്ടത്തിന്റെ അതിർത്തി കടന്ന് മഴനിഴൽ പ്രദേശമായ ഇടുക്കി ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്ക് ക്യാമറ തിരിയുന്നത് പോലെ കാഴ്ചകൾ മാറിമറിഞ്ഞു. കാറ്റിന്റെ തണുപ്പ് മാറി വരണ്ട ചൂട് മുഖത്തടിച്ചു. മറയൂർ ശർക്കരയുടെ മധുരമുള്ള ഗന്ധവും ചന്ദനമരങ്ങളുടെ സുഗന്ധവും നിറഞ്ഞ മറയൂർ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തികൾ താണ്ടി അടുത്തതായി ഞാൻ എത്തിയത് ചിന്നാറിന്റെ വിശാലമായ ഭൂപ്രകൃതിയിലാണ്. പച്ചപ്പിന്റെ കടും നിറം മാറി കാടിന് മഞ്ഞയും തവിട്ടും കലർന്ന ഒരു പരുക്കൻ ഭാവം കൈവന്നു. മരങ്ങൾ വിരളമായി. സൂര്യൻ കൂടുതൽ ചൂടായി തന്റെ പ്രതാപം കാണിക്കാൻ തുടങ്ങി. ആ ചുട്ടുപൊള്ളുന്ന ചൂടുകാറ്റിലൂടെ ചിറകടിക്കാതെ തന്നെ വട്ടം ചുറ്റി ഗ്ലൈഡ് ചെയ്ത് ആ വരണ്ട ഇല പൊഴിയും. കാടുകളും കേരളത്തിലെ മറ്റു മഴക്കാടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു ലോകമാണിത്. ഇവിടെ കാട് ശബ്ദമുണ്ടാക്കുന്നില്ല, പകരം നിശബ്ദമായി പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന്റെ കരുത്ത് കാണിക്കുന്നു. താഴെ ഉണങ്ങിയ കരിയിലകൾക്കിടയിലൂടെ, കല്ലുകൾക്കിടയിലൂടെ ഒരു പുള്ളിമാൻ, സ്പോട്ടഡ് ഡിയർ, യാതൊരു ശബ്ദവുമില്ലാതെ പതുക്കെ നടന്നു. ചുറ്റുപാടുകളിലെ നേരിയ അനക്കങ്ങളിൽ പോലും അതിന്റെ ചെവികൾ കൂർത്തു. ദൂരെയായി വരണ്ട നിലങ്ങളിൽ നിൽക്കുന്ന വലിയൊരു മരത്തിന്റെ കൊമ്പിൽ ഒരു ചാമ്പൽ മലയണ്ണാൻ, ഗ്രിസ്ലറ്റ് ജയന്റ് സ്ക്വയർ, ഒളിഞ്ഞിരുന്നു. അതിവേഗത്തിൽ അതൊരു കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി മറഞ്ഞു. കാറ്റിലുണങ്ങിയ ഇലകൾ പറക്കുമ്പോൾ പോലും അതിലൊരു അതിജീവനത്തിന്റെ രഹസ്യമുണ്ടായിരുന്നു. ഞാൻ ആകാശത്ത് വട്ടം ചുറ്റി താഴേക്ക് നോക്കി പറഞ്ഞു, ഇതാണ് ചിന്നാർ. മഴ മാത്രം ജീവിതമല്ലെന്ന് നമ്മെ പഠിപ്പിക്കുന്ന കാട്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എത്ര വലിയ ചൂടിലും ജീവൻ പടർന്നു പിടിക്കുമെന്ന് ഈ വരണ്ട മണ്ണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. മുൾച്ചെടികൾക്കും പാറക്കെട്ടുകൾക്കും മുകളിലൂടെ തെന്നി നീങ്ങി പിന്നീടെത്തിയത് ഇവിടെയാണ്, വരൾച്ചയിലും ജീവൻ ശക്തമായി തുടിക്കുന്ന ഈ അത്ഭുത ലോകത്ത്. ആറളം കണ്ണൂർ ചിന്നാറിന്റെ കഠിനമായ ചൂടിൽ നിന്ന് വടക്കോട്ട് നീണ്ട ഒരു വലിയ പറക്കൽ. പാലക്കാടൻ ചുരം കടന്ന് വീണ്ടും പശ്ചിമഘട്ടത്തിന്റെ കുളിരിലേക്ക് ഞാൻ തിരികെ വന്നു. മലകൾക്കിടയിലൂടെ ഒഴുകി നടക്കുന്ന മഞ്ഞ് കീറി യാത്ര തുടർന്നപ്പോൾ കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പ് നിറഞ്ഞ കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലഞ്ചെരിവുകൾ തെളിഞ്ഞു വന്നു. വലിയ റബ്ബർ തോട്ടങ്ങളും ഗ്രാമങ്ങളും പിന്നിട്ട് ആറളം, കേളകം ഗ്രാമപഞ്ചായത്തുകൾ കാവൽ നിൽക്കുന്ന ചരിവുകളിലൂടെ അടുത്തതായി ഞാൻ എത്തിയത് ആറളത്തിന്റെ നിബിഡ വനങ്ങളിലാണ്. ആകാശത്തു നിന്ന് നോക്കുമ്പോൾ എന്റെ ചിറകുകൾക്ക് താഴെ പച്ചപ്പിന്റെയും നിഴലിന്റെയും ഒരു വൻകടൽ ഇളകിമറിയുന്നത് പോലെ തോന്നി. ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ആ വമ്പൻ മരങ്ങൾക്കും കാട്ടരുവികൾക്കും വർണ്ണശബളമായ ചിത്രശലഭങ്ങളുടെ കൂട്ടങ്ങൾക്ക് മുകളിലൂടെ തണുത്ത കാറ്റേറ്റ് ഞാൻ വീണ്ടും പറന്നു. സൂര്യപ്രകാശം താഴേക്കിറങ്ങാൻ മടിക്കുന്ന ആ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ സാവധാനം വട്ടം ചുറ്റി പിന്നീടെത്തിയത് ഇവിടെയാണ്, പ്രകൃതിയുടെ ഒരു മഹത്തായ രൂപം വിശ്രമിക്കുന്ന ആ വലിയ നിശബ്ദതയ്ക്ക് നടുവിൽ. അവിടെ പച്ചപ്പിന്റെ നടുവിൽ മുളങ്കൂട്ടങ്ങൾക്കിടയിൽ ഒരു വലിയ കറുത്ത രൂപം അല്പം പോലും ശബ്ദമില്ലാതെ ചലിച്ചു. ഒരു ഇന്ത്യൻ കാട്ടാൻ, കാലപ്പഴക്കം ചെന്ന ഒരു വലിയ പാറയ്ക്ക് ജീവൻ വെച്ചതുപോലെ. അതിന്റെ വലിയ ചെവികൾ ഈച്ചകളെ ആട്ടിയകറ്റാനായി പതുക്കെ കുലുങ്ങി. തുമ്പിക്കൈകൊണ്ട് അത് മണ്ണിൽ നിന്ന് കുറച്ച് പൊടിയെടുത്ത് മുതുകിലേക്കിട്ടു. പിന്നെ അത് നിശ്ചലമായി നിന്നു. ആ ചെറിയ കണ്ണുകളിൽ 1000 വർഷത്തെ കാടിന്റെ ചരിത്രവും അതിരില്ലാത്ത ശക്തിയും ഒപ്പം വല്ലാത്തൊരു സമാധാനവും ഒരുമിച്ച് നിഴലിച്ചു. ഞാൻ മൃദുവായി എന്റെ വലിയ ചിറകുകൾ വീശി പറഞ്ഞു, ഇതാണ് ആറളം, വനത്തിന്റെ യഥാർത്ഥ രാജാക്കന്മാർ യാതൊരു അഹങ്കാരവുമില്ലാതെ ശബ്ദമില്ലാതെ നടക്കുന്നിടം. ഇവിടെ ശക്തി ഒരിക്കലും അലറി വിളിക്കില്ല. അത് അതിമനോഹരമായ മൗനത്തിൽ, ഒരു നോക്കിൽ, ഒരു ചുവടുവെപ്പിൽ നിലകൊള്ളും. ചെന്തുരുണി, കൊല്ലം. സൂര്യൻ ആകാശത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ ഞാൻ വടക്കുനിന്നും നേരെ തെക്കോട്ട് അതിവേഗം യാത്ര തിരിച്ചു. എന്റെ യാത്ര അവസാനിക്കുന്നത് തെക്കൻ കേരളത്തിന്റെ ഹരിതവിസ്മയത്തിലാണ്.
കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലേക്ക് ക്യാമറ സൂം ചെയ്യുന്നു. ആര്യങ്കാവ് ചുരത്തിന്റെ കാറ്റേറ്റ്, ഇക്കോ ടൂറിസത്തിന്റെ സ്വന്തം മണ്ണായ കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തുകൾ അതിരിടുന്ന വിശാലമായ കാടുകളിലൂടെ. അടുത്തതായി ഞാൻ എത്തിയത് ശെന്തുരുണിയുടെ മടിത്തട്ടിലാണ്. ലോകത്തിൽ ഇവിടെ മാത്രം കാണപ്പെടുന്ന കാടിന് ഈ പേര് നൽകിയ ചെങ്കുറിഞ്ഞി മരങ്ങൾ ചുവന്ന പൂക്കളോടെ മലഞ്ചെരിവുകളിൽ തലയുയർത്തി നിൽക്കുന്നു. കാടിനകത്ത് മനുഷ്യർ നിർമ്മിച്ച വലിയ ഡാമിൽ കെട്ടിനിർത്തിയ കല്ലടയാറിലെ വെള്ളം സൂര്യപ്രകാശത്തിൽ വെള്ളി പോലെ തിളങ്ങി. ആഴമുള്ള കായൽപ്പരപ്പുകൾക്കും കാടിനെ ബന്ധിപ്പിക്കുന്ന മരപ്പാലങ്ങൾക്കും മുകളിലൂടെ ഞാൻ വീണ്ടും പറന്നു. മലകൾക്കിടയിലൂടെ താഴേക്കൊഴുകുന്ന തണുത്ത മഞ്ഞിനെ തഴുകി വെള്ളത്തിൽ തൊട്ടില്ലെന്ന മട്ടിൽ പറന്നു പിന്നീടെത്തിയത് ഇവിടെയാണ്. കാടും വലിയൊരു ജലാശയവും കൈകോർത്തുറങ്ങുന്ന ഈ അതിമനോഹരമായ രഹസ്യലോകത്ത്. താഴെ വെള്ളത്തിനരികിൽ ഉണങ്ങി നിൽക്കുന്ന ഒരു വലിയ മരക്കൊമ്പിൽ വലിയ നീർക്കാക്കകൾ, ഗ്രേറ്റ് കോർമറന്റ്, തങ്ങളുടെ കറുത്ത ചിറകുകൾ വിരിച്ച് വെയിലുകായനായി നിരയായി നിൽക്കുന്നു. ഞാൻ വെള്ളത്തിനു മുകളിൽ വളരെ താഴ്ന്നു പറന്നു. ആ ശാന്തമായ കായൽ പരപ്പിൽ എൻ്റെ വിശാലമായ ചിറകുകളുടെ നിഴൽ കൃത്യമായി വീണു. ചുറ്റും കാടിൻ്റെ പച്ചപ്പ് വെള്ളത്തിൽ പ്രതിഫലിച്ചു നിന്നു. ഇവിടെ കാട് പ്രകൃതിയുടെ ഒരു വലിയ ശ്വാസം പോലെയും വെള്ളം തീർക്കുന്ന ഓളങ്ങൾ ഒരു താരാട്ട് പാട്ടുപോലെയുമാണ് അനുഭവപ്പെടുന്നത്. ഞാൻ തിരിഞ്ഞ് പിന്നോട്ടു നോക്കി വളരെ ശാന്തമായി പറഞ്ഞു, ഇതാണ് ശെന്തുരുണി. വെള്ളവും വനവും പരസ്പരം കൈകോർത്ത് ഒന്നിനൊന്ന് താങ്ങായി ജീവിക്കുന്ന രഹസ്യലോകം. ഇവിടെ പ്രകൃതി നമ്മോട് സംസാരിക്കുന്നത് അലറുന്ന ശബ്ദത്തിലല്ല, ആഴമുള്ള നിശബ്ദതയിലാണ്. ഒരു ദിവസത്തെ എൻ്റെ ഈ വലിയ യാത്ര അവസാനിക്കുകയാണ്. തട്ടേക്കാടിന്റെ സംഗീതവും ചിന്നാറിന്റെ അതിജീവന കരുത്തും ആറളത്തിന്റെ ഗാംഭീര്യമുള്ള ആനപ്പാതകളും ശെന്തുരുണിയുടെ ജലമർമ്മരങ്ങളുടെ ശാന്തതയും ഇവയെല്ലാം ചേർന്നതാണ് ഞാൻ ജീവിക്കുന്ന, ഞാൻ നെഞ്ചേറ്റുന്ന എൻ്റെ കേരളം. ഞാൻ കായൽ പരപ്പിൽ നിന്ന് വീണ്ടും ആകാശത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഉയർന്നു പറന്നു. ക്യാമറ സാവധാനം സൂം ഔട്ട് ചെയ്യുന്നത് പോലെ താഴെ എൻ്റെ പ്രിയപ്പെട്ട കാട് മുഴുവനായി വിരിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു. ഈ ഭൂമിയിലെ ജീവന്റെ മഹത്തായ ശൃംഖല, വനത്തിന്റെ മൗനത്തിൽ നടക്കുന്ന ഇന്ത്യൻ കാട്ടാന, വരൾച്ചയെ അതിജീവിക്കുന്ന പുള്ളിമാൻ, മരച്ചില്ലകളിൽ വിഹരിക്കുന്ന കരിങ്കുരങ്ങ്, ആകാശത്തിന്റെ പാട്ടുകാരായ കാട്ടുപക്ഷികൾ, ഒഴുകുന്ന നദികൾ, മരപ്പാലങ്ങൾ, കോടമഞ്ഞ്, ഇതെല്ലാം പ്രകൃതി സംവിധാനം ചെയ്യുന്ന ഒരേ വലിയ സിനിമയുടെ പല സീനുകൾ പോലെ എനിക്ക് തോന്നി. ഇവക്കൊന്നിനും മറ്റൊന്നിനെ കൂടാതെ നിലനിൽപ്പില്ല. ഞാൻ ആകാശത്തിൽ നിന്ന് നിന്നെ നോക്കിയൊന്ന് ചിരിച്ചു. മനുഷ്യരോടുള്ള എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. കേരളത്തിന്റെ യഥാർത്ഥ നിധികൾ ബാങ്കുകളിൽ സൂക്ഷിക്കുന്ന സ്വർണമോ നഗരങ്ങളിൽ കെട്ടിപ്പൊക്കുന്ന വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളോ അല്ല. ഇവ ഈ കാടുകളാണ്. ഇവ മിണ്ടാപ്രാണികളായ ജീവികളാണ്. ഇവ അതിരാവിലെ ഉയരുന്ന പക്ഷികളുടെ പാട്ടുകളാണ്. ഇവ വറ്റാത്ത നദികളുടെ ശ്വാസമാണ്. ഇവ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നിന്റെ ഭാവിയും പാടുകയുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. ഞാൻ ഒരു വട്ടം കൂടി എൻ്റെ വലിയ ചിറകുകൾ വിരിച്ച് കാടിൻ്റെ മുകളിലൂടെ വട്ടം ചുറ്റി പറന്നു. പിന്നെ ശക്തിയായി വീശുന്ന കാറ്റിനോടൊപ്പം സ്ക്രീനിൽ ഇരുൾ വീഴുന്നത് പോലെ മേഘങ്ങൾക്കിടയിലേക്ക് ദൂരേക്ക് ഞാൻ മറഞ്ഞു. പോകുന്നതിന് മുൻപ് വായുവിൽ ഞാൻ നിന്നോട് പറഞ്ഞ അവസാന വാക്കിതായിരുന്നു, ഞാൻ ശക്തനായ മലമ്പരുന്ത്, കേരളത്തിൻ്റെ കാടുകളുടെ സ്പന്ദനം. നീ ഈ കാടുകളിലേക്ക് വരുമ്പോൾ വെറുതെ കാഴ്ചകൾ കാണാൻ മാത്രം വരരുത്. നിന്റെ ഹൃദയം തുറന്ന് ഈ കാടിൻ്റെ സ്പന്ദനമറിയാനും അതിൻ്റെ വലിയ കഥ കേൾക്കാനും വരും.
sanctuary, the Shentaruni Lake. Here, in the deep silence of the reservoir, the cormorants and the solitary